പ്രൈസ് ദി ലോർഡ്. പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ പുണ്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തിന് ദൈവം കൊടുക്കുവാൻ വെച്ചിരിക്കുന്നതായ എന്തോ ഒരു വലിയ സമ്പത്തിനെ കുറിച്ചുള്ളതായ ഒരു വാഗ്ദത്തമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവജനത്തിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ദൈവജനത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനമെന്ന് അംഗീകരിച്ചിരിക്കുന്നതായ സ്വർഗം അംഗീകരിച്ച ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മഹത്തായ വാഗ്ദത്തമാണ് ഒരു ശബത്തിന്റെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് ശബത്തിന്റെ അനുഭവമല്ല അവർക്ക് കൊടുത്തത്, ശബത്തിന്റെ ആചാരമാണ്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാനുള്ള ഉത്തരവാദിത്തം അവർക്ക് കൊടുത്തു. അവർ ശബത്ത് ആചരിച്ചു. ശബത്ത് ആചരിക്കുവാൻ ദൈവം അവരോട് കൽപ്പിച്ചു. അങ്ങനെ ആചാരങ്ങളുടെ നടുവിൽ നിന്നതായ ഒരു ജനത്തിന്റെ ആ കൽപ്പനകളുടെ മധ്യത്തിൽ നിന്ന് പുത്രനായ ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ ജനമായി അംഗീകരിക്കപ്പെട്ടതായ ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ വച്ചിരിക്കുന്നതായ ഒരു പ്രത്യാശയാണ്, പ്രത്യാശയുടെ വാഗ്ദത്തമാണ് ശബത്തിന്റെ അനുഭവം. അതെന്താണ് ഈ ശബത്തിന്റെ അനുഭവം? ശബത്ത് ദിവസത്തെക്കാൾ വ്യത്യസ്തമാണോ ശബത്തിന്റെ അനുഭവം? യെസ്, ശബത്തിന്റെ ദിവസം ആചാരമാണ്. നിന്റെ ജീവിതത്തിൽ ശബത്തിന്റെ ദിവസമാണ് നോക്കുന്നതെങ്കിൽ അതെപ്പോഴും നിനക്കൊരാചാരമായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കും. ആ നാളിന്മേലുള്ളതായ ശുദ്ധീകരണം, ആ നാളിന്മേലുള്ളതായ ആചാരങ്ങൾ, ആ നാളിന്മേലുള്ളതായ കൊണ്ടാട്ടങ്ങൾ, ഇതൊക്കെയും നിന്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിന്റെ അങ്ങേപ്പുറത്ത് ശബത്തിന് ഒരനുഭവവുമുണ്ട്. ആ അനുഭവമാണ് ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ ശബത്തിന്റെ അനുഭവം? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ആ ശബത്തിന്റെ അനുഭവത്തെ കുറിച്ച് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ദൈവം താനും തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി ദൈവം സ്വസ്ഥമായിരുന്നതായ ആ ദിവസത്തെക്കുറിച്ച് പിന്നീട് മോശ എഴുതുന്നത്, ദൈവം ആ ദിവസത്തെ ശുദ്ധീകരിച്ചു, ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ശബത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ശുദ്ധീകരണം മാത്രമല്ല, ശുദ്ധീകരണത്താനുള്ളതായ അനുഗ്രഹവും. നമ്മുടെ ദിവസം ഒരു ദിവസത്തിൽ മാത്രം ശബത്ത് അനുഭവം, ആ 7-ാം ദിവസത്തിൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അനുഗ്രഹമല്ല. സകല ദിവസങ്ങളിലും ശബത്തിന്റെ അനുഭവം നമുക്ക് ശേഷിച്ചിരിക്കുന്നു. എന്താണ് അനുഭവം? ശുദ്ധീകരണം. 1 ശുദ്ധീകരണം, 2 അനുഗ്രഹം. ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ ഓരോ ദിവസത്തെയും സൃഷ്ടികളെ കുറിച്ച് വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കാത്ത ക്രിസ്ത്യാനികൾ ഉണ്ടാകില്ല. ഓരോ ദിവസത്തെയും കുറിച്ച് പറയുന്നത് സന്ധ്യയായി, ഉഷസായി 1-ാം ദിവസം, സന്ധ്യയായി, ഉഷസായി 2-ാം ദിവസം, അങ്ങനെ 1, 2, 3, 4, 5, 6 ദിവസങ്ങളിൽ അവിടെ സന്ധ്യകളുണ്ടായി, അവിടെ ഉഷസ്സുണ്ടായി. ഉഷസ് എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നതായ സൂര്യന്റെ വെളിച്ചം. ഉഷസ്സിൽ സന്ധ്യ എന്ന് പറഞ്ഞാൽ ആ രാത്രിയാമങ്ങളെ പ്രകാശിപ്പിക്കുവാനും വാഴുവാനും ദൈവം ലഭിച്ചിരിക്കുന്നതായ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ആവശ്യകതയും അതിന്റെ വെളിച്ചവും. അതുകൊണ്ടാണ് ആ ദിവസങ്ങളെ തിരിച്ചറിഞ്ഞത്. എന്നാൽ ശബത്തിന്റെ ദിവസം വരുമ്പോൾ ദൈവം ശുദ്ധീകരിക്കുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്ത ദിവസത്തിൽ നോക്കൂ, അവിടെ സന്ധ്യയില്ല, അവിടെ ഉഷസ്സില്ല. അത് ദൈവത്തിന്റെ ദിവസമാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ദിവസമാണ്. ദൈവം ശുദ്ധീകരിക്കുന്ന ദിവസമാണ്. അവിടെ സൂര്യനും ചന്ദ്രനും ഈ ലോകത്തിലെ നിയമങ്ങളും ഒന്നും
അവിടെ ഉണ്ടാകില്ല. എന്നാൽ ദൈവം താനും ആ ദിവസത്തിലെ പ്രകാശമായി ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സൂര്യന്റെയും ചന്ദ്രന്മേലുള്ളതായ ഒരു ആശ്രയം കൂടാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് സൂര്യന്റെ പ്രകാശം ആവശ്യമാണ്, ചന്ദ്രന്റെ പ്രകാശം ആവശ്യമാണ്. ഈ വൃക്ഷലതാദികളൊക്കെയും നമുക്ക് അനുഭവം തരണമെങ്കിൽ, ഫലങ്ങൾ തരണമെങ്കിൽ, ജീവശരീരതകൾ അതിന് ക്രമമായി സംക്രമിക്കണമെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവയുടെ ചക്രത്തിൽ അത് കറങ്ങിയേ തീരൂ. അവയുടെ പ്രകാശം ഭൂമിയിൽ ആവശ്യമാണ്. ഒരു ദിവസം സൂര്യൻ ഉദിക്കാതിരുന്നാൽ അവിടെ വലിയ ഇരുളിന്റെ വാഴ്ചയുണ്ടാകും. എന്നാൽ ദൈവം താനും ശുദ്ധീകരിച്ച ദിവസത്തിലേക്ക് വരുമ്പോൾ അവിടെ സന്ധ്യയെക്കുറിച്ച് പറയുന്നില്ല, അവിടെ ഉഷസ്സിനെ കുറിച്ച് പറയുന്നില്ല. കാരണം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവിടെ സൂര്യനെ കൊണ്ട് ആവശ്യമില്ല, അവിടെ ചന്ദ്രനെ കൊണ്ട് ആവശ്യമില്ല, അവിടെ നക്ഷത്രങ്ങളെ കൊണ്ട് ആവശ്യമില്ല. കർത്താവ് താനും അവരുടെ വെളിച്ചമായി മാറുന്നു. അതാണ് ശബത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ പ്രകാശമായി വരുന്നതായ, നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കുന്നതായ ആ അനുഭവം, അത് ക്രിസ്തുയേശുവിൽ കൂടെ ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കപ്പെടുന്നതായ, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു അനുഭവം, തന്റെ പുത്രനിൽ കൂടതായ വെളിച്ചം, അത്ഭുത പ്രകാശത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ. അവർ ഈ ലോകത്തിൽ എപ്പോഴും സൂര്യനെയും ചന്ദ്രനെയും ആശ്രയിക്കുന്നവരായിരുന്നു, അവർ നക്ഷത്രങ്ങളെ ആശ്രയിക്കുന്നവരായിരുന്നു. എന്നാൽ ശബത്തിന്റെ അനുഭവത്തിലേക്ക് ആത്മീകമായ വീക്ഷണത്തിൽ കൂടെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ജനമായി മാറുമ്പോൾ, അവർ ശബത്തിന്റെ അനുഭവത്തിൽ പ്രാപിക്കുന്നവരായി വരുമ്പോൾ, ഈ ഭൂമിയിലുള്ളതായ ചന്ദ്രനെയും സൂര്യനെയും അവരെ ആശ്രയിക്കാത്തവരായി മാറുന്നു. എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും വേണ്ടാത്തവരെന്നല്ല, അവയുടെ സംക്രമത്തിനേക്കാൾ അങ്ങേപ്പുറം അവയെ ഉണ്ടാക്കി വെച്ച അരുമനാഥൻ അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയിലും അവന്റെ വാഗ്ദത്തങ്ങളിലുമുള്ളതായ ഒരു ആശ്രയം, അവൻ നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ, അവൻ നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കുമ്പോൾ, നമ്മുടെ പ്രഭാതത്തെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ഈ ഭൂമിയിലുള്ളതായ ചലനാത്മകമായ കാര്യങ്ങളിൽ കൂടെ അല്ല അതിന്റെ അനുഗ്രഹം. എന്നാൽ ഇവിടെ ഇതാ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ഈ ഭൂമിയെ ആ ദിവസം ദൈവം അനുഗ്രഹിക്കുന്ന ദിവസം, നമ്മുടെ ഭൂമിയെ വാഴുന്നത് ദൈവമാണ് വാഴുന്നത്. നമുക്ക് പ്രകാശം തരുന്നത് ദൈവമാണ് പ്രകാശം തരുന്നത്. നമ്മുടെ പ്രഭാതം ആരംഭിക്കുമ്പോൾ അത് ദൈവത്തിന്റെ കരത്തിൽ നാം സമർപ്പിക്കുന്നു. നമ്മുടെ പ്രഭാതങ്ങളും നമ്മുടെ സന്ധ്യകളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ കരങ്ങളിൽ കൊടുത്ത് നാം ദൈവത്തിന്റെ ജനമെന്ന് അഭിമാനിക്കുമ്പോൾ, ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് ശബത്തിന്റെ അനുഭവം കടന്നു വരുന്നു. വിശ്രാമ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും വിശ്രമവും ഇല്ലാത്തൊരു അനുഭവത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ. എത്ര സമ്പാദിച്ചിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കുവാൻ കഴിയാത്തതായ ഒരു അനുഭവത്തിൽ നിന്ന് ഇതാ ഒരു അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം നമുക്ക് തരുന്നു. ആ വിടുതലിൽ കൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് ശുദ്ധീകരണവും അനുഗ്രഹവും. ദൈവത്തിന് സ്തോത്രം. ദൈവം ആ ദിവസത്തെ ശുദ്ധീകരിച്ചു, ദൈവം ആ ദിവസത്തെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രഭാതങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. നമ്മുടെ പ്രഭാതങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ സമ്മാനങ്ങളായിരിക്കണം, ദൈവത്തിന്റെ ദാനമായിരിക്കണം. ദൈവം ശുദ്ധീകരിക്കുന്ന ദിവസത്തിൽ അനിഷ്ടതകളും അനിഷ്ടമായതൊന്നും അവിടെ കടന്നു വരുവാൻ സാധിക്കുകയില്ല. ശത്രുവിന്റെ പ്രവൃത്തികൾക്ക് അവിടെ അല്പം പോലും സ്വാതന്ത്ര്യം കാണുകയില്ല. എന്നാൽ അത് ദൈവം ശുദ്ധീകരിക്കുന്നതാകുന്നു, ദൈവം അനുഗ്രഹിക്കുന്നതാകുന്നു. ഈ പ്രഭാതത്തിലും ദൈവം ശുദ്ധീകരിക്കുന്ന ഒരു പ്രഭാതത്തെ, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു പ്രഭാതത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ദൈവം കൊടുക്കുന്നതായ വാഗ്ദത്തം അവകാശമാക്കുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കപ്പെടുന്നതായ ആ ഭാഗ്യകരമായ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ തലമുറകളിലേക്കും കടന്നു വരുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.